കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രവർത്തനം നടക്കുന്നുണ്ടോ? 2009 കേരള ഹൈക്കോടതി തന്നെ ലവ് ജിഹാദ് ഇല്ല എന്ന് വിധി പുറപ്പെടുവിച്ചതാണ്. ജസ്റ്റിസ് എം ശ്രീധരൻ നമ്പ്യാരാണ് ആ വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത്. 2010 അയൽ സംസ്ഥാനമായ കർണാടകയിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. അവിടെ ചില ഹൈന്ദവ സംഘടനകൾ ലവ് ജിഹാദ് ആരോപിച്ചതായിരുന്നു പശ്ചാത്തലം. ആ അന്വേഷണത്തിലും കർണാടകയുടെ പോലീസ് കണ്ടെത്തിയത് ലവ് ജിഹാദ് പ്രവർത്തിക്കുന്നില്ല എന്നാണ്. 2012 കേരള പോലീസ് വീണ്ടും ലവ് ജിഹാദിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴും കണ്ടെത്തിയത് അത് പ്രവർത്തിക്കുന്നില്ല, അങ്ങനെ ഒരു സംവിധാനം നിലവിലില്ല എന്നതാണ്. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അവസാന അന്വേഷണം നടക്കുന്നത് മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. വൈക്കത്തെ ഹാദിയയുടെ മതം മാറ്റവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയാണ് ദേശീയ അന്വേഷണ ഏജൻസിയോട് NIA ലവ് ജിഹാദ് നടക്കുന്നുണ്ടോ കേരളത്തിൽ എന്ന് അന്വേഷിക്കാൻ ഉത്തരവിട്ടത്. NIA വിശദമായി തന്നെ ആ വിഷയം പഠിക്കുകയും അതേക്കുറിച്ച് അന്വേഷിക്കുകയും കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവും കേരളത്തിൽ നടക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു. അഥവാ BJP നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ, അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള അന്വേഷണ ഏജൻസി തന്നെ ഇതേക്കുറിച്ച് പഠിക്കുകയും ഇങ്ങനെയൊരു സംഭവമില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിനു ശേഷവും എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇടയ്ക്കിടെ ലവ് ജിഹാദ് ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് എന്ന കാര്യമാണ് പരിശോധിക്കേണ്ടത്. നോക്കൂ, മതം മാറ്റങ്ങൾ കേരളത്തിലെന്നല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏറ്റവും സംഘടിതമായി മതം മാറ്റ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ സഭകളാണ് എന്നതും ഒരു വസ്തുതയാണ്.